താഴത്ത് പിതാവേ, തൂമ്പുഴി പിതാവേ, ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ചന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, സംഭവ ബഹുലമായ 93 വർഷങ്ങൾ നീണ്ട ജീവിതം, അതിൽ 66 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് നമുക്കേവർക്കും പ്രിയങ്കരനായ മോൺസിഞ്ഞോർ ജോസഫ് കാക്കശ്ശേരി അച്ഛൻ നമ്മോട് യാത്ര പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ തിരുക്കർമ്മങ്ങൾ ഓൺലൈനായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അച്ഛനുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. അഭിമന്യ തൂമ്പുഴി പിതാവ് ബഹുമാനപ്പെട്ട കാക്കശ്ശേരി അച്ഛൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിലെ സഹായിയായിട്ട്, അൾത്താര ശുശ്രൂഷകനായിട്ട് പങ്കെടുത്ത കാര്യം അനുസ്മരിച്ചു. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അച്ഛനെ ഇപ്പോൾ ഇവിടെ യാത്രയാക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുട്ടിക്കാലത്തെ അനുഭവം, 5ാം ക്ലാസ് മുതലുള്ള എൻ്റെ വികാരിയച്ഛൻ ലൂർദ് ഇടവകയിലെ വികാരിയായിരുന്നപ്പോൾ അൾത്താര ബാലന്മാരിലെ അംഗമായിരുന്ന ഞാൻ ഇതുപോലൊരു മഴക്കാലത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇരിക്കിൽ കൊണ്ടൊരു അടി കിട്ടിയത് ഇപ്പോൾ ഓർക്കുകയാണ്. ലൂർദ് പള്ളി സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് പുതുക്കി പണിയുന്നതിന് മുമ്പ് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അടിപ്പള്ളിയിൽ വെള്ളം കയറും. ഏതാണ്ട് ഒരു കുളം പോലെയാണ്. അവിടെ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം പുറത്തേക്ക് വിട്ടാൽ എപ്പോഴും കുറേ വെള്ളം ഉണ്ടായി. അൾത്താര ബാലന്മാരായ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ആരും കാണാതെ അടിപ്പള്ളിയിലേക്ക് ഇറങ്ങി ഈ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിയച്ഛൻ ജോസഫ് അച്ഛൻ സ്റ്റെപ്പിറങ്ങി വന്നു, ഒരു ഈർക്കിലിയുമായി. എന്നിട്ട് വെള്ളത്തിൽ കളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അടി വീതം തന്നു. ഞാനിത് ഓർക്കാനുള്ള കാരണം, അന്ന് അച്ഛൻ പറഞ്ഞത് പള്ളിയാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയ മക്കളെ എന്ന് ചോദിച്ചതാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ദേവാലയം നൽകുന്ന സന്ദേശം സെൻസ് ഓഫ് ദ സേക്രഡ്, വിശുദ്ധിയുടെ ഇടമാണ് എന്നുള്ള ഒരു അവബോധം, അത് അന്ന് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ലഭിച്ചു എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. ഈർക്കിൽ കൊണ്ട് അടിച്ചത് വേദനയില്ലാതെയാണ്, പക്ഷെ അത് ഹൃദയത്തിന് നൽകിയ തലോടൽ വലിയ പ്രചോദനമായി ആ മക്കൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിലനിന്നിട്ടുണ്ട്. കൃതജ്ഞതയോടുകൂടി ഞാനത് ഈ സമയം ഓർക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. അച്ഛൻ്റെ ആദ്യത്തെ കൊച്ചച്ഛൻ ജോസ് തെക്കേക്കരച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ അൾത്താര ബാലന്മാർ എന്നെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടാകും. അച്ഛൻ മാമോദീസ മുക്കിയിട്ടുള്ളവർ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അച്ഛൻ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒരുപക്ഷെ അത് തന്നെയാണ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിട്ട്, അച്ഛനെ നയിക്കുന്ന ആപ്തവാക്യമായിട്ട് ഏറ്റെടുത്തത്. ഓംനിയ ഓംനിബൂസ്, എല്ലാവർക്കും എല്ലാം എന്നുള്ള ആ ഒരു വചനം, അത് നമുക്ക് അറിയുന്നത് പോലെ ഇന്ന് നമ്മൾ വായിച്ച ആ ലേഖന ഭാഗം കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിലെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. 20-ാമത്തെ വാക്യമാണത്, 22-ാമത്തെ വാക്യമാണത്. എല്ലാവരെയും ബലഹീനത നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി, എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി, എല്ലാവർക്കും എല്ലാമായ ഒരു വൈദികനാണ് നമ്മോട് യാത്ര പറയുന്നത്. 19-ാം വാക്യം മുതൽ അവിടെ പറയുന്ന ഓരോ വാക്യവും അച്ഛൻ്റെ ജീവിതത്തിൽ
സാർത്ഥകമാണെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണ്, എങ്കിലും വളരെ പേര് നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി. സ്വതന്ത്രനാണ്. അച്ഛൻ എവിടെ വേണമെങ്കിൽ എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവയൊക്കെ വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ ദാസനായി, സഭയുടെ ശുശ്രൂഷകനായിട്ട് അച്ഛൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നു. യഹൂദരെ നേടേണ്ടതിന് യഹൂദനായി, നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് കീഴിലുള്ളവരെ പോലെയായി. അങ്ങനെ ഏതൊക്കെ വിധത്തിൽ ആരെയൊക്കെ നേടേണ്ടതിന് എന്തൊക്കെ ആയിത്തീരണമോ അതൊക്കെ ആയിത്തീർന്ന ഒരു വൈദികൻ. എല്ലാവർക്കും എല്ലാമായി തീരുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും എല്ലാമായി തീരണമെങ്കിൽ പിന്നെ അവിടെ ഞാനില്ല. എല്ലാമായി തീരുന്ന എൻ്റെ പൗരോഹിത്യം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഇല്ല. ദൈവജനത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. ദൈവജനത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, എൻ്റെ പൗരോഹിത്യത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു ആത്മീയത എൻ്റെ അജപാലന ശുശ്രൂഷയിൽ എല്ലാവർക്കും എല്ലാമായി ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും പിന്നെ അപരനായിട്ട് ആരുമില്ല. ഈ അതർ, കാരണം ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരുന്നവനാണ്. ഒരുവൻ ആരെങ്കിലും ചിലര് എന്നെയോ എൻ്റെ സഭയെയോ ശത്രുവായിട്ട് കാണുന്നുണ്ട്, അങ്ങനെ എന്നെ സമീപിച്ചാൽ പോലും അത് സുവിശേഷം എൻ്റെ മുമ്പിൽ വയ്ക്കുന്നൊരു വലിയ വെല്ലുവിളിയാണ്. അവനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനുള്ളൊരു വെല്ലുവിളി. റോമാലേഖനം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവനെ നേടിയെടുക്കാൻ അവന്റെ അടുക്കലേക്ക് ചെന്ന് അവനെ സ്നേഹിച്ച്, ശത്രുവിനെ സ്നേഹിച്ച്, ശത്രുവായിട്ട് എൻ്റെ മുമ്പിൽ അവതരിക്കുന്നവനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ ശിരസിൽ തീക്കനൽ കൂട്ടുന്ന, അവന്റെ ശത്രുതയെ, വിദ്വേഷത്തെ എരിയിച്ചു കളയുന്ന, ക്രിസ്തുവിന്റെ സ്വന്തമാക്കി മാറ്റുന്ന ആ ഒരു പൗരോഹിത്യം, എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഒരു പൗരോഹിത്യം. അങ്ങനെ ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരുമ്പോൾ ഞാൻ അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഇതിലൂടെ ജീവിക്കുന്നത്. ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇപ്രകാരം എല്ലാവർക്കും എല്ലാമായി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള പൗലോസ്ലീഹായുടെ വചനം അത് ജീവിച്ച് നമ്മുടെ മുമ്പിൽ അത് പൂർത്തിയാക്കി വിജയശ്രീലാളിതനായിട്ട് ഇന്ന് തമ്പുരാന്റെ അടുക്കലേക്ക് യാത്രയാകുകയാണ്. ഇന്ന് പൗരോഹിത്യം ജീവിക്കുന്ന അച്ഛൻ്റെ പാത പിന്തുടരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ സഭാജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഇന്ന് സ്പെഷ്യലൈസേഷന്റെ കാലഘട്ടമാണ്. അത് അജപാലന ശുശ്രൂഷയിലും പലപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പാട്ടുകാരൻ അച്ഛൻ പാട്ടിലൂടെ മാത്രം, യുവജന പ്രേക്ഷിതനായിട്ടുള്ള അച്ഛൻ യുവാക്കളുടെ ഇടയിൽ മാത്രം, അധ്യാപകൻ അധ്യാപകരുടെ ഇടയിൽ, വചനപ്രഘോഷകർ വചനപ്രഘോഷണത്തിന്റെ മേഖലയിൽ മാത്രം. ഇങ്ങനെ സ്പെഷ്യലൈസേഷന്റെ ഒരു ലോകത്ത് എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഒരു പൗരോഹിത്യം ജീവിച്ചു കാണിച്ച ജോസഫ് അച്ഛൻ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. കാരണം ഞാൻ എത്ര തീക്ഷ്ണതയോടുകൂടെ എൻ്റെ സ്പെഷ്യലൈസേഷനുള്ള പൗരോഹിത്യം ജീവിക്കുമ്പോഴും ഞാൻ ഇനിയും എന്നെ തന്നെ പൂർണ്ണമായും ത്യജിച്ചിട്ടില്ല. സ്വയം ത്യജിച്ച് അനുഗമിക്കുക, അപ്പോൾ മാത്രമാണ് എനിക്കെല്ലാം എല്ലാവർക്കും എല്ലാമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിന്റെ ത്യാഗനിർഭരമായ ഒരു പൗരോഹിത്യം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും എല്ലാമായി തീരുമ്പോൾ ഞാനൊരു ബഹുമുഖ പ്രതിഭയാകാതെ കരഞ്ഞു. പിതാവ് ആമുഖത്തിൽ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ഒരു ബഹുമുഖമായിട്ടുള്ള പ്രതിഭയായി മാറുന്നത് അച്ഛൻ ഏൽപ്പിക്കപ്പെട്ട
തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലൊക്കെ അതിനാവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന ശൈലികളും ഒക്കെ സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. വികാരി ജനറാളച്ചൻ എന്ന നിലയിൽ അരമനയിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ, മറ്റ് പല സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അതിലൂടെയൊക്കെ അച്ഛനൊരു നല്ല ഭരണതന്ത്രജ്ഞനാണെന്ന്, കാര്യനിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ സെമിനറി പരിശീലന കാലഘട്ടത്തിൽ, അത് സന്യാസ സമൂഹങ്ങളുടെ പരിശീലനത്തിൽ നല്ല ഒരു പരിശീലകനായിട്ട് അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ തലശ്ശേരി അരമനയിൽ ചെന്നപ്പോൾ വലിയമറ്റം പിതാവിന്റെ കാലഘട്ടത്തിലോ അതോ അതിന് തൊട്ടു പുറകെ വലിയമറ്റം പിതാവ് തൃശ്ശൂർ മൈനർ സെമിനറിയിൽ പഠിച്ചിട്ടുള്ള അഭിയുന്ന പിതാവാണ് നമുക്കറിയാം. പിതാവിന്റെ ആ കാലഘട്ടത്തിലെ സെമിനറിയിലെ വൈസ് റെക്ടറായിരുന്നു കാക്കശ്ശേരി അച്ഛൻ. അച്ഛന് പ്രത്യേകമായിട്ട് വലിയമറ്റം പിതാവ് അനുസ്മരിക്കുകയുണ്ടായി. സന്യാസ വൈദിക പരിശീലന രംഗത്ത് മാത്രമല്ല, നമ്മുടെ അതിരൂപതയിൽ ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അച്ഛൻ നല്ലൊരു സംഘാടകനായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മോടൊത്ത് തൃശ്ശൂർ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പെരിഞ്ചേരി, പാലക്കൽ, ലൂർദ്, ഒല്ലൂർ, പാവറട്ടി തുടങ്ങി നമ്മുടെ അതിരൂപതയിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ വളരെയേറെ കാര്യക്ഷമമായിട്ട് കർത്താവിന്റെ മനസ്സോട് ചേർന്ന് അച്ഛൻ അനുപാലന ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തില് വൈദികരുടെ ഇടയിലെ എഞ്ചിനീയറായിട്ട് അച്ഛൻ അറിയപ്പെട്ടിരുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റി മാത്രമല്ല, കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലെ എഞ്ചിനീയറും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. വളരെയേറെ പ്രായോഗിക ജ്ഞാനമുള്ള ഒരു വൈദികനായിട്ട് നമ്മുടെ ഇടയിൽ അച്ഛൻ അറിയപ്പെടുന്നു. നമ്മുടെ അതിരൂപത കാര്യാലയത്തിന്റെ കൂരിയ തുടങ്ങി അങ്ങോട്ടുള്ള ഒരു വിങ് അത് പണി കഴിപ്പിച്ചത് കാക്കശ്ശേരി അച്ഛൻ അതിരൂപതയിലെ ഹൗസ് പ്രൊക്യുറേറ്റർ അല്ലെങ്കിൽ അന്ന് അസിസ്റ്റന്റ് പ്രൊക്യുറേറ്റർ ആയിരുന്ന കാലഘട്ടത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാമാകാൻ വേണ്ടി തനിക്ക് ലഭിച്ച താലന്തുകള് 5 താലന്ത് കിട്ടിയ ആ വൃത്തിനെ പോലെ 5 കൂടെ നേടിക്കൊണ്ട് അത് ഇരട്ടിപ്പിച്ചുകൊണ്ട് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള അച്ഛനാണ് കാക്കശ്ശേരി അച്ഛൻ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ എല്ലാവർക്കും എല്ലാമായി ജീവിക്കുന്നതിലൂടെ അച്ഛൻ നമുക്ക് കാണിച്ചു തന്ന ഏതാനും ചില പുണ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്നാമതായിട്ട് അച്ഛൻ്റെ കഠിനാധ്വാനമാണ്. നമ്മുടെ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ എല്ലാവർക്കും എല്ലാമായി തീരണമെങ്കിൽ ഉണ്ടാകേണ്ട ആ ഒരു ഓട്ടത്തിന്റെ ആ ഒരു മനോഭാവം. മത്സരക്കളത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും സമ്മാനം അർഹരാകുന്നതിന് വേണ്ടി ഓടുക. അങ്ങനെ ഓടിയിരുന്ന അച്ഛനാണ് കാക്കശ്ശേരി അച്ഛൻ. അത് നശ്വരമായ സമ്മാനത്തിന് വേണ്ടിയല്ല, അനശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അച്ഛൻ ഓടിക്കൊണ്ടിരുന്നത് എന്ന് കൊറീന്തോസിലെ ലേഖനത്തിൽ അച്ഛൻ ആപ്തവാക്യമായിട്ട് എടുത്ത ഈ ഒരു വചനഭാഗം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നത് നന്നായി ഭക്ഷണം കഴിക്കും. അച്ഛൻ്റെ ഒരു സമയത്ത് ഞാൻ അച്ഛൻ പ്രഭാത ഭക്ഷണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിക്കാരനായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിച്ചപ്പോൾ അന്ന് പുട്ടിൻ്റെ കൂടെ കേക്കിൻ്റെ ഐസ്, പഴയ പഞ്ചാര കട്ടകളൊക്കെ അന്ന് ഒപ്പം തിരുമ്മി കഴിക്കുന്ന ഒരു അച്ഛനെ ഞാൻ കണ്ടു. ഒരു അസുഖവുമില്ല. ഈ മരണം വരെ ഇപ്പോൾ അച്ഛൻ 2 പ്രാവശ്യം വെന്റിലേറ്ററിൽ പോയി, 2 പ്രാവശ്യം വെന്റിലേറ്ററിൽ നിന്ന് തിരികെ വന്നു. അത്രമാത്രം ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് അവസാന നിമിഷം വരെ അച്ഛൻ കാണിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ പ്രാവശ്യം വെന്റിലേറ്ററിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ്റെ ബ്രെയിൻ തകരാറിലായി. അതുകൊണ്ട് മാത്രമായിരിക്കും പക്ഷെ അച്ഛൻ വീണ്ടും മനസ്സ് എടുത്ത് തിരിച്ചു വരാതിരുന്നത് എന്ന് മാനുഷികമായിട്ടൊരു പക്ഷെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും നമുക്കറിയാം, തമ്പുരാൻ തൻ്റെ സമയത്തിൻ്റെ പൂർവ്വം അച്ഛനെ നിശ്ചയിച്ച സമയത്ത് അച്ഛനെ തിരികെ വിളിച്ചു.
ഏതാണ്ട് ഒരാഴ്ച മുമ്പ്, ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ തലച്ചോറ് ഏതാണ്ട് മരിച്ചുപോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും വളരെയേറെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ പോലെ ശ്വസിക്കുകയും ആരോഗ്യമുള്ള മനുഷ്യനെ പോലെ അവിടെ സഹായിച്ചുകൊണ്ടിരുന്ന സ്റ്റാൻലി ചേട്ടൻ മൂക്കിലൂടെ കൊടുക്കുന്ന ഭക്ഷണം എല്ലാം അച്ഛൻ്റെ ശരീരത്തിൽ വളരെയേറെ അതൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ശരീരത്തിന് ഒരു തകരാറില്ലാത്ത വിധത്തിൽ അച്ഛൻ ഇങ്ങനെ പോവുകയായി. ഞാൻ സ്റ്റാൻലി ചേട്ടനോട് പറഞ്ഞു, ഈ രീതിയിൽ അച്ഛൻ വേണമെങ്കിൽ വർഷങ്ങൾ തന്നെ കിടക്കാൻ സാധിക്കുമെന്ന്. ശരീരത്തിലൊരു ഇങ്ങനെ കിടന്നതിൻ്റെ ഒരു പൊട്ടോ അതിനൊന്നുമില്ലാതെ വളരെയേറെ ആരോഗ്യവാനായിട്ട് കർത്താവിൻ്റെ ആ ഒരു ക്ഷണം കാത്ത് അച്ഛൻ കിടന്നു. അച്ഛൻ്റെ ക്ഷണം ലഭിച്ചപ്പോൾ അച്ഛൻ നല്ല ഓട്ടം ഓടിക്കൊണ്ട് തന്നെ അവസാന ലാപ്പ് വരെ വളരെ നന്നായിട്ട് ഓടിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ നടന്നു കയറിയിരിക്കുന്നതെന്ന് തോന്നുകയാണ്. ഞാൻ നല്ല ഭക്ഷണത്തെ പറഞ്ഞു തുടങ്ങിയത്, പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അച്ഛൻ കഠിനമായിട്ട് അധ്വാനിച്ചത്. നമ്മളെപ്പോലെയല്ല, ഭക്ഷിക്കുന്നത് അധ്വാനിക്കുമായിരുന്നു. നമുക്ക് ഊർജമാക്കി മാറ്റിക്കൊണ്ട് സഭ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ അച്ഛൻ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒട്ടും സമയം കളയാത്ത ഒരു കർമ്മയോഗിയായിരുന്നു അച്ഛൻ. കർമ്മം സാധനയാക്കിയവൻ, പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാധനയും ശൈലിയും ആത്മീയതയുമാക്കി മാറ്റിയിട്ടുള്ള ഒരു വൈദികൻ. വിശ്രമ ജീവിത കാലത്തിൽ കായികമായിട്ടുള്ള അധ്വാനങ്ങൾക്ക് തൻ്റെ ശരീരം അനുവദിക്കാതിരുന്നപ്പോൾ പോലും അച്ഛൻ പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, കാലിന് മാത്രം ഒരു പ്രശ്നം, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്ന് കൂടെ പറയുമായിരുന്നല്ലോ. ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന എല്ലാ അധ്വാനവും അച്ഛൻ സ്വയം ചെയ്യുമായിരുന്നു. വിശ്രമത്തെ അധ്വാനമാക്കി മാറ്റിയെന്ന് മാത്രമല്ല, വിശ്രമത്തെ ഒരു പ്രേക്ഷിത പ്രവർത്തനമാക്കി മാറ്റിയ വൈദികനാണ് ബഹുമാനപ്പെട്ട ജോസഫ് കാക്കശ്ശേരി അച്ഛൻ. നടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, ഇരിപ്പായപ്പോൾ അച്ഛൻ പഠിച്ചെടുത്ത നൈപുണ്യം അത് കൊന്ത കെട്ടുക എന്നുള്ളതായിരുന്നു. ഈ ലോകത്തുള്ള സകല മിഷണറിമാർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല കെട്ടുകയും ആ ജപമാല അച്ഛനെ കാണാൻ വരുന്ന മിഷണറിമാരായിട്ടുള്ളവർക്കും മറ്റു വൈദികർക്കും ഒക്കെ സമ്മാനിക്കുകയും ചെയ്യുന്ന, അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ വിശ്രമ കാലഘട്ടത്തെ പോലും കർത്താവിനോടൊത്തുള്ള വളരെയേറെ ക്രിയാത്മകമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് അച്ഛൻ മാറ്റി. അവസാന മാസങ്ങളിൽ അച്ഛൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ മണികൾ, നീളത്തിലുള്ള മണികൾ വേണമെന്ന് അച്ഛൻ പറഞ്ഞു. കാരണം അപ്പോൾ അച്ഛനെ കാഴ്ച കുറയുമ്പോഴും തപ്പി ഏതിനെയാണ് നൂൽ കോർക്കേണ്ടതെന്ന് തിരിച്ചറിയാം. അത്രമാത്രം തൻ്റെ കാഴ്ച കുറയുമ്പോൾ പോലും ഈ ഒരു ശുശ്രൂഷ വളരെ തീക്ഷ്ണതയോടുകൂടെ നിർവഹിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ എല്ലാവർക്കും വലിയ ഒരു മാതൃകയാണ്. അധ്വാനത്തിൻ്റെ, കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ അധ്വാനിക്കുക, അതാണ് എൻ്റെ പൗരോഹിത്യം, അതാണ് എൻ്റെ സമർപ്പിത ജീവിതം എന്ന് അച്ഛൻ ഏറ്റുപറയുകയായിരുന്നു. ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് അച്ഛനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ വാചകം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാഴ്ച കുറഞ്ഞു തുടങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അച്ഛൻ ചെയ്യാൻ സാധിക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്തത്ര അവസരങ്ങളാണ് പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. എന്നാൽ ആ അവസരങ്ങൾ മുഴുവനായും കർത്താവിന് വേണ്ടി ഉപയോഗിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇന്ന് വിഷമിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് ഓർക്കുന്നത്, ഒരു ആത്മകഥ എഴുതാമായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഞാൻ ആത്മകഥ എഴുതുകയായിരുന്നെങ്കിൽ അതിൻ്റെ തലക്കെട്ട് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്,
എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അതിന്റെ തലക്കെട്ടിതാണ് ദൈവമേ മാപ്പ്. എനിക്ക് കിട്ടിയ അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ പോയതിന്, മുഴുവനായിട്ട് ഉപയോഗിക്കാതെ പോയതിന് ദൈവമേ മാപ്പ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. പൗരോഹിത്യത്തെ അത്രമാത്രം വിലമതിക്കുന്ന, എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി പൗരോഹിത്യം ജീവിക്കുന്നതിന് ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വൈദികൻ, അതാണ് രണ്ടാമത് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. പൗരോഹിത്യത്തിന്റെ മഹത്വം അത് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് ജീവിച്ച ഒരു വൈദികൻ. അച്ഛൻ തന്റെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചത് ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ്. അന്നത്തെ ആ മീറ്റിംഗിന് മറുപടി പ്രസംഗത്തിൽ അച്ഛൻ തുടങ്ങിയത് തന്റെ 25 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ അർപ്പിച്ച ആകെ കുർബാനകളുടെ കൃത്യം, അന്ന് രാവിലെ കൂടെ അർപ്പിച്ച കുർബാനയുടെ അടക്കം കൃത്യം എണ്ണം പറഞ്ഞുകൊണ്ടാണ്. അടുത്ത കാലത്ത് ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ ആ സംഭവം ഓർമ്മിപ്പിച്ചു. ഞാനത് ഓർമ്മിപ്പിച്ചപ്പോൾ അച്ഛൻ അന്ന് വരെ ചൊല്ലിയ കുർബാനയുടെ കണക്ക് അച്ഛൻ എന്നോട് പറയുകയുണ്ടായി. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന, പൗരോഹിത്യത്തിലെ ഓരോ ബലിയും അത് അവബോധത്തോടുകൂടി അർപ്പിച്ചതിന്റെ ആ ഒരു അഭിമാനം പങ്കുവയ്ക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിട്ട് ജോസഫ് കാക്കശ്ശേരി അച്ഛനെ ഓർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗരോഹിത്യത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അച്ഛൻ പൗരോഹിത്യത്തിലെ സൗഹൃദങ്ങളെ വളരെയേറെ വിലമതിച്ചിരുന്നു. ഞങ്ങൾ പിതാക്കന്മാർക്കൊക്കെ ഇരുന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ ഒത്തിരി വൈദികരെ ഇതുപോലെ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴും മാസത്തിൽ ഒരിക്കലുമൊക്കെ അച്ഛൻ ഫോൺ വിളിക്കുകയും അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് തിരക്കുകയും അവർക്കൊക്കെ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്ത, അങ്ങനെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വൈദികൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു വൈദികൻ അല്പം വ്യതിചലിച്ചു പോയാൽ, ആരെങ്കിലുമൊക്കെ പൗരോഹിത്യം ഉപേക്ഷിച്ചാൽ വളരെയേറെ വേദനയോടുകൂടി അച്ഛൻ ഫോൺ വിളിച്ച് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഓർക്കുകയാണ്. സഭയുടെ ഒരു വിശ്വസ്തനായ പുത്രൻ, അതാണ് മൂന്നാമത് എനിക്ക് പറയാൻ തോന്നിയത്. അതുകൊണ്ടാണ് ഈ തീക്ഷ്ണതയോടുകൂടെ സഭയെ ശുശ്രൂഷ ചെയ്യുന്നത്. സഭ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ഭവനമാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ മോശയും യേശുവും ദൈവത്തിന്റെ ഭവനത്തിൽ ശ്രേഷ്ഠരായിരുന്നു. എന്നാൽ യേശു മോശയേക്കാൾ വളരെയേറെ ഉന്നതനായിരുന്നു. എന്താണ് കാരണം? മോശ ദൈവത്തിന്റെ ഭവനത്തിലെ വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നു. അവൻ വിശ്വസ്തനായത് അവൻ ജോലിക്കാരനായതുകൊണ്ടാണ്, അവൻ കാര്യസ്ഥനായതുകൊണ്ടാണ്, അവന് കൂലി കിട്ടുന്നത് കൊണ്ടാണ്. എന്നാൽ യേശു ദൈവത്തിന്റെ ഭവനത്തിലെ പുത്രനാണ്. പുത്രൻ ഭവനത്തിലായിരിക്കുന്നത്, ആ ഭവനത്തിലായിരിക്കുന്നതിനാണ് അവന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്നുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ സഭയാകുന്ന ഭവനത്തിലായിരിക്കുന്നതിന്, സഭയുടെ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയ സഭയുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു. സഭയിലെ എല്ലാ സ്പന്ദനങ്ങളും ഏറ്റെടുക്കുകയും അത് പ്രാർത്ഥനയാക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം നടത്തുകയും ചെയ്യുന്ന ഒരു വൈദികൻ. ഈ 93-ാമത്തെ വയസ്സിലും അച്ഛൻ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ദൈവശാസ്ത്രപരമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ സംഭവം ഞാൻ അരമനയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു, ഈയിടെ അച്ഛൻ ഇങ്ങനെ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശ്വാസ പ്രമാണം എന്ന് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പക്ഷേ ഒരു വാക്യം കൂടെ ചേർക്കുന്നത് നല്ലതാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്. അച്ഛൻ പറയുന്നത് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ സഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിശ്വാസ സത്യങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നില്ല. ഞാൻ അതിന് എൻ്റെതായിട്ടുള്ളൊരു വിശദീകരണം അച്ഛന് കൊടുക്കുകയുണ്ടായി.
അച്ഛൻ പൂർണ്ണമായിട്ട് തൃപ്തി അടഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛൻ പിതാവ് ഇത് അടുത്ത സിനഡിന് പോകുമ്പോൾ ഒന്ന് പിതാക്കന്മാരോട് ഈ കാര്യം സംസാരിക്കണമെന്ന് പറയുന്നു. ഞാനിത് പറഞ്ഞത് ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പോലും കർത്താവിലുള്ള ആ വിശ്വാസം, സഭയോടുള്ള വലിയ സ്നേഹം, സഭയുടെ വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ഒരു വിചിന്തനവും ധ്യാനവും നിരന്തരം കൊണ്ടു നടന്നത് അച്ഛൻ സഭയെ തൻ്റെ ഭവനമായിട്ട് കണ്ടതുകൊണ്ടാണ്. അനുഗ്രഹപ്രദമായ ഈ ഒരു ജീവിതം, സഭയാകുന്ന ഭവനത്തിൽ എല്ലാവർക്കും എല്ലാമായി ജീവിച്ച ഒരു ജീവിതത്തിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിക്കാം. ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അച്ഛൻ്റേതുപോലെ സുവിശേഷാത്മകമാക്കി മാറ്റുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും തമ്പുരാന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. ഇത്രയും സുന്ദരമായ ഒരു ജീവിതം, സുന്ദരമായ ഒരു പൗരോഹിത്യം സഭയ്ക്ക് സമ്മാനിച്ച കാക്കശ്ശേരി കുടുംബത്തിൽ അച്ഛൻ്റെ ഭാഗ്യസ്മരണാർത്ഥരായ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് സഭയുടെ നാമത്തിലുള്ള കൃതജ്ഞത ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഈ ആളൂർ ഇടവക എന്തുമാത്രം ഭാഗ്യപ്പെട്ട ഇടവകയാണ്. ഇത്രയേറെ അനുഗ്രഹീതനായ ഒരു വൈദികനെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ സഭയുടെ മടിത്തട്ടിൽ വലിയ ശുശ്രൂഷകൾക്ക് കാരണമാകുവാനും നിങ്ങളുടെ ഇടവകയുടെ ഈ മകനെ ദൈവം ഒരുക്കിയല്ലോ. നിങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. തമ്പുരാൻ അച്ഛനെ നിത്യഭാഗ്യത്തിലേക്ക് സ്വീകരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.